ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കോളേജിൽ പഠിക്കുന്ന രമേശ് എന്ന ഒരു പയ്യനും ശ്വേത എന്നൊരു പെൺകുട്ടിയും അവരുടെ ഫ്രണ്ട്സും സുധീഷിന്റെ കാറിൽ കയറുകയും അവർ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വന്നവരാണെന്ന് സുധീഷ് മനസ്സിലാക്കുകയുമാണ്. തുടർന്ന് സുധീഷ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ശ്വേതയുടെ ചെറിയച്ഛനെ കാണുന്ന രമേശ് താലി കെട്ടാതെ പൂമാല സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയുമാണ്. അവിടേക്ക് വന്ന ചെറിയച്ഛൻ സുധീഷും ശ്വേതയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവർ വിവാഹം കഴിക്കാനായി വന്നതാണെന്നും തെറ്റിദ്ധരിക്കുകയാണ്. സുധീഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ശ്വേതയും സുധീഷിന്റെ വണ്ടിയിൽ കയറുകയാണ്. തുടർന്ന് പോലീസ് ഓഫീസറായ ചെറിയച്ഛൻ പോലീസുകാരുടെ സഹായത്തോടുകൂടി അവരെ പിടിക്കുകയും ശ്വേതയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയുമാണ്. ശ്വേതയുടെ അച്ഛനും അമ്മയും ചെറിയച്ഛനുമെല്ലാം സുധീഷിനെ ചോദ്യം ചെയ്യുന്നു. ഭയത്തോടുകൂടി ശ്വേത ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ സുധീഷാണ് ശ്വേതയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുകയാണ് SP. തുടർന്ന് സുധീഷിന്റെ വീട്ടുകാരെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. നടന്ന കാര്യങ്ങളെല്ലാം SP അവരോട് പറയുകയാണ്. SP പറയുന്നു, അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടിയനെ. അപ്പൊ സുഭാഷ് പറയുന്നു, സാറ് തെറ്റിദ്ധരിച്ചതാണ്, അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു പയ്യനല്ല. ഇത് കേട്ട് SP ചോദിക്കുന്നു, അങ്ങനെയാണോ? ഞാൻ കള്ളം പറയുന്നതാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ദേ നോക്ക്, എന്റെ കുടുംബത്തിലെ കാര്യമായതുകൊണ്ടാ അൺഒഫീഷ്യൽ ആയിട്ട് വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തേനെ. നിന്റെ അനിയനെ പ്രേമിക്കാൻ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ കിട്ടിയുള്ളൂ. അയ്യോ സാർ, അങ്ങനെയൊന്നും ഉണ്ടാകില്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ഒന്ന് ശ്രദ്ധിച്ചിട്ട് SP ചോദിക്കുന്നു, ഇതാരാ, നിങ്ങളുടെ പെങ്ങളാണോ? സാർ അതെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, ഞാൻ സുധീഷിന്റെ വൈഫാ. SP ചോദിക്കുന്നു, വൈഫോ? അപ്പൊ നിധി പറയണ, അതെ, ഞാൻ സുധീഷിന്റെ വൈഫാ. ഇത് കേട്ട് SP പറയണ, ഓഹോ, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെ കൂടി അവൻ താലി കെട്ടാൻ ശ്രമിച്ചിരിക്കുന്നു, അതും SP-യുടെ വീട്ടിലെ പെണ്ണിനെ. ഇത് കേട്ട് നിധി പറയണ, സർ പ്ലീസ് സർ, സുധീഷ് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. സാർ പ്രോപ്പറായിട്ട് അന്വേഷിക്കാതെ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കേട്ട് SP ചോദിക്കുന്നു, ആര്, ഞാൻ തെറ്റിദ്ധരിച്ചെന്നോ? നിന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയിപ്പിക്കാം. കോൺസ്റ്റബിൾ, അവനെ കൂട്ടിക്കൊണ്ടുവാ. ശരി സാർ എന്ന് പറഞ്ഞ കോൺസ്റ്റബിൾ മുകളിലേക്ക് പോവുകയാണ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന കോൺസ്റ്റബിൾ പറയുന്നു, എടാ സാർ നിന്നോട് വരാൻ പറഞ്ഞു, വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ച് അവർ താഴേക്ക് കൊണ്ടുവരികയാണ്. സുഭാഷ് പറയുന്നു, സുധീഷ് നല്ല പയ്യനാണ് സർ. അപ്പൊ SP പറയാണ്, മിണ്ടാ നിൽക്കടോ അവിടെ. പോലീസുകാർ സുധീഷിനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധിയും സുഭാഷും ഹരീഷും. സുധീഷും ഞെട്ടി വിഷമത്തോടുകൂടി അവരെ നോക്കുകയാണ്. ശ്വേതയും അച്ഛനും അമ്മയും അവിടേക്ക് വരുന്നു. സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് SP ചോദിക്കുന്നു, എടാ നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, പറയടാ, നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? അതെ സാറിന് സുധീഷ് പറയുമ്പോൾ SP ചോദിക്കണ, പിന്നെന്തിനാടാ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടാൻ ശ്രമിച്ചത്? ശ്വേതയുടെ അമ്മ ചോദിക്കുന്നു, കല്യാണം കഴിഞ്ഞവനാണോ ഇവൻ? അപ്പൊ SP പറയണ, അതേ ഏട്ടത്തി, ദേ ഈ നിൽക്കുന്ന പെൺകുട്ടി ഇവന്റെ വൈഫാണെന്ന്. ഇങ്ങനെ പെൺകുട്ടികളെ ചതിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഇവന്റെ ജോലിയെന്ന് തോന്നുന്നു. ഇത് കിട്ടി സുധീഷ് സാറിന് വിളിക്കുമ്പോൾ അടിക്കാൻ നോക്കിക്കൊണ്ട് SP പറയുന്നു, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നിധിയും ഹരീഷും സുഭാഷും. ശ്വേതയെ തല്ലി അമ്മ ചോദിക്കുകയാണ്, ഇടി മഹാഭാവി, ഇങ്ങനെ ഒരു ചതിയന്റെ കൂടെയാണോ നീ ഒളിച്ചോടി പോയത്? അവന്റെ ഭാര്യ ദേ വന്ന് നിൽക്കുന്നത് കണ്ടോ? നീ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അവനെ പ്രണയിച്ചത്? അതോ അവൻ നിന്നെ ചതിച്ചതാണോ? പറയടി, നീ ഒരാളെ പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഓരോരുത്തരെയും വിശ്വസിക്കരുത്, ഇതൊന്നും വേണ്ടാന്ന്. ഞങ്ങള് കണ്ടുപിടിച്ച പയ്യന് എന്ത് കുറവായിരുന്നു? ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ? ഇങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച നീ ഒരു പെണ്ണാണോടി? അങ്ങനെ അമ്മ ശ്വേതയെ തല്ലുമ്പോൾ ഇത് കണ്ട് അരികിലേക്ക് വന്ന് സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, എന്താടാ ഇതൊക്കെ? ഇപ്പോഴല്ലേ ഒരു പ്രശ്നം അവസാനിച്ചത്, അതിനുള്ളിൽ നീ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ വന്നു പെട്ടോ? ഇത് കേട്ട് SP ചോദിക്കുന്നു, ഓ സാർ ആഴ്ചയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുവോ? എടോ ഇവന്റെ ഹിസ്റ്ററി അന്വേഷിച്ചോ? അപ്പോഴൊരു പോലീസുകാരൻ പറയുന്നു, അന്വേഷിച്ചു സർ, ഇവനൊരു ട്രാവൽസ് കമ്പനിയില് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക. ഇവന്റെ പേരിൽ ഇവന്റെ ഓണർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, 5 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ്. അയാൾ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. അതുമാത്രമല്ല സർ, ഇവന്റെ കല്യാണവും പോലീസ് സ്റ്റേഷനിൽ വെച്ചാ നടന്നത്. എങ്ങനെ നമ്മുടെ പെൺകുട്ടിയും കൂടി ഒളിച്ചോടി പോയോ അതേപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയും കൂടി ഇവൻ ഒളിച്ചോടി പോയത്. അതുമാത്രമല്ല, ഈ പെൺകുട്ടിയുടെ അച്ഛൻ തക്കലയിലെ വലിയൊരു ബിസിനസ്സുകാരനാ. ഡ്രൈവറായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെന്ന ഇവൻ ഈ പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണ തലേന്ന് ഈ കുട്ടിയും കുട്ടിയെ ഒളിച്ചോടുകയായിരുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഷട്ടിൽ കുത്തിപ്പിടിച്ച് SP ചോദിക്കുന്നു, എടാ നീ അത്രയ്ക്ക് വലിയ ഫ്രോഡാണോ? ഇത് കേട്ട് നിധി സാറിന് വിളിക്കുമ്പോൾ SP സുധീഷിനെ തല്ലുകയാണ്. ഹരീഷ് പറയുന്നു, അയ്യോ സാറെ അടിക്കല്ലേ. സുധീഷ് ശ്വേതയോട് പറയുന്നു, കുട്ടി ഇപ്പോഴെങ്കിലും നടന്നതെല്ലാം ഒന്ന് പറ. SP ചോദിക്കുന്നു, ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ എന്തിനാണ് അങ്ങോട്ട് സംസാരിക്കുന്നത്? അങ്ങനെ SP തല്ലുമ്പോൾ സുഭാഷ് പറയണ, അയ്യോ സാർ അവനെ തല്ലല്ലേ, സാറിന്റെ കാല് പിടിക്കാം. അപ്പൊ SP ചോദിക്കണ, ഇവനെ അടിക്കാതെ ഞാൻ മടിയിൽ വെച്ച് കൊഞ്ചിക്കണോ? ഇവനിപ്പം പോലീസ് സ്റ്റേഷനിലായിരുന്നെങ്കിൽ തല കീഴായിട്ട് കെട്ടിയിട്ട് തല്ലിയനെ ഞാൻ. ഇവനൊരു ഫ്രോഡാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. അങ്ങനെ SP സുധീഷിനെ തല്ലാനായി വരുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് കൈകൂപ്പി സുഭാഷ് പറയുന്നു, സർ തെറ്റാണ്, സമ്മതിച്ചു, ഞാൻ തന്നെ അവനെ തല്ലിയേക്കാം. അങ്ങനെ സുധീഷിനെ തല്ലിക്കൊണ്ട് സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ് നീ എന്തിനാണോ ഇങ്ങനെ ചെയ്തേ? അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുഭാഷ് ചോദിക്കുന്നു, നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? കല്യാണം കഴിച്ച് നിന്നെ വിശ്വസിച്ച ഒരു പെണ്ണ് വീട്ടിലില്ലേ? നിനക്ക് എന്തിന്റെ പ്രശ്നമാടാ? നീ നന്നായെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും നീ
പഴയതുപോലെ തന്നെയാണല്ലേ? കണ്ണു നിറങ്ങിയ സുധീഷ് പറയുന്നു, എടാ ഹരീഷ്, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. അപ്പൊ ഹരീഷ് ചോദിക്കാണ്, വിവരമില്ല സുധീഷ് ഏട്ടന്. സുധീഷ് ഏട്ടന് കല്യാണം കഴിഞ്ഞല്ലേ? എങ്ങനെ തോന്നി മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ്ട, എടാ ഹരീഷ്, നീ എന്നെ അവിശ്വസിക്കുകയാണോ? അപ്പൊ ഹരീഷ് പറയണം, മിണ്ടരുത് സുധീഷ് ഏട്ടൻ. എടാ ഹരീഷ്, നീ എന്ത് പറയുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയണം, മിണ്ടരുത് സുധീഷ് ഏട്ടൻ. സുധീഷ് ഏട്ടനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വെറുത്തു പോവാ. ഏട്ടത്തെ ഇപ്പം എവിടാണ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? ഇതെല്ലാം കേട്ട് സുധീഷ് വളരെ വിഷമത്തോടു കൂടി കുലുങ്ങി നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സർ, എനിക്ക് സുധീഷിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അപ്പൊ ശ്വേതയുടെ അച്ഛൻ പറയണ, സംസാരിക്കൂ കുട്ടി. എത്ര പെൺകുട്ടികളെ പ്രണയിച്ച് വഞ്ചിച്ചിട്ടുണ്ട്, എത്ര പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇനി എത്ര പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചോദിക്ക്. ഞങ്ങളുടെ മകളെ രക്ഷിച്ചു, മറ്റു പെൺകുട്ടികളെയും രക്ഷിക്കണ്ടേ? അല്പസമയം കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കുട്ടിയുടെ ജീവിതം നശിച്ചേനെ. ഇത് കേട്ട് സുധീഷ് എന്ന് പുറത്തേക്ക് വന്നു പറഞ്ഞ് നിധി സുധീഷിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി ചോദിക്കുന്നു, സുധീഷ്, എന്താ സംഭവിച്ചത്? അപ്പൊ സുധീഷ് ചോദിക്കണ, നിധി, അവര് പറയുന്നത് നിധി വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ നിധി പറയണ, വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാൻ സുധീഷിനെ ഇങ്ങനെ മാറ്റി നിർത്തി സംസാരിക്കോ? എന്താ നടന്നതെന്നൊന്ന് പറ. അപ്പൊ സുധീഷ് പറയണ, ആ പെൺകുട്ടി ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല നിധി. ആ പെൺകുട്ടിയും 2-3 പയ്യന്മാരും എന്റെ വണ്ടിയിൽ കയറി. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം സുധീഷ് നിധിയോട് പറയുകയാണ്. അവർ ഒളിച്ചോടി വന്നതാണെന്ന് സുധീഷിന് മനസ്സിലായതും രമേശിനെയും ശ്വേതയെയും ഫ്രണ്ട്സിനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് ചെന്നതും താലി കെട്ടാൻ തുടങ്ങുമ്പോൾ ശ്വേതയുടെ ചെറിയച്ഛൻ അവിടേക്ക് വന്നതും രമേശ് സുധീഷിന്റെ കയ്യിലേക്ക് പൂമാല കൊടുത്തിട്ട് ഭയന്ന് ഓടിപ്പോയതും ശ്വേതയുടെ ചെറിയച്ഛൻ തെറ്റിദ്ധരിച്ചതുമെല്ലാം പറയുന്നു. തുടർന്ന് സുധീഷ് പറയുന്നു, ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടോടി വണ്ടിയിൽ കയറിയപ്പോൾ ആ പെണ്ണ് ഓടി വന്ന് എന്റെ വണ്ടിയിൽ കയറി എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ അപേക്ഷിച്ചു. അങ്ങനെ സുധീഷ് ശ്വേതയും കൂട്ടി വളരെ വേഗത്തിൽ വണ്ടിയിൽ അവിടെ വന്ന് പോയതും ശ്വേതയുടെ ചെറിയച്ഛനും പോലീസുകാരും പിന്നാലെ വന്നതും അവരെ പിടികൂടി ശ്വേതയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതുമെല്ലാം സുധീഷ് നിധിയോട് പറയുകയാണ്. ഇതാ നിധി നടന്നത്. ഞാൻ എന്തു പറഞ്ഞിട്ടും അവര് വിശ്വസിക്കുന്നില്ല. ആ പെണ്ണ് പേടിച്ചിട്ട് വാ തുറക്കുന്നില്ല. അവള് പ്രേമിച്ച പയ്യൻ ഞാനല്ലെന്ന് ആ പെണ്ണ് പറഞ്ഞാലേ അവര് വിശ്വസിക്കൂ. അവള് മിണ്ടാ നിൽക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിധി. ശരി വാന്ന് പറഞ്ഞ് നിധിയെ സുധീഷിനെയും കൂട്ടി അകത്തേക്ക് കയറി വരികയാണ്. SP-യുടെ മുന്നിൽ കൈകൂപ്പി സുഭാഷ് പറയുന്നു, സർ, അവൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുക. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം സർ. സർ പ്ലീസ് സർ, അവനെ വെറുതെ വിടണം. ഹരീഷ് പറയുന്നു, പ്ലീസ് സർ, ഞങ്ങൾ സുധീഷേട്ടനോട് സംസാരിക്കാം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുധീഷും നിധിയും. SP ചോദിക്കുന്നു, തെറ്റ് ചെയ്തിട്ട് സോറി പറഞ്ഞാൽ അയ്യോ പാവം എന്ന് പറഞ്ഞാൽ വെറുതെ വിടണോ? ഞങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ സമയം ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിന്റെ കഴുത്തിൽ അവൻ താലി കെട്ടിയേനെ. അത് ഞങ്ങൾക്ക് എന്നേക്കുമായുള്ള തലവേദനയായി മാറില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുമായി ബന്ധമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അൺഒഫീഷ്യലായി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവനോട് ക്ഷമിച്ച് വെറുതെ വിടുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇന്ന് ഞാൻ ഇവനെ വെറുതെ വിട്ടാൽ വീണ്ടും നല്ല വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികളെ ചതിക്കും ഇവൻ. നോക്ക്, ഇനി നിന്റെ അനിയൻ ജയിലിലായിരിക്കും. ആര് വിചാരിച്ചാലും അവനെ പുറത്തിറക്കാൻ പറ്റില്ല. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അയ്യോ സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സാറിനെ വിളിച്ച് സുഭാഷും ഹരീഷും SP-യുടെ മുന്നിൽ കൈകൂപ്പുകയാണ്. അപ്പൊ നിധി പറയുന്നു, ഒരു മിനിറ്റ് സർ, സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. SP ചോദിക്കുന്നു, തെറ്റില്ലെന്നോ? അവനെ ചേസ് ചെയ്ത് പിടിച്ചതാ. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. നിധി ശ്വേതയോട് പറയുന്നു, ദേ നോക്ക്, ഇതെന്റെ ഹസ്ബൻഡാ. ഇവരെല്ലാവരും കുട്ടിയെയും എന്റെ ഹസ്ബൻഡിനെയും കുറിച്ച് അനാവശ്യമായി സംസാരിക്കുന്നു. നീ മിണ്ടാൻ നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ? നിന്റെ ജീവിതം മാത്രം രക്ഷപ്പെട്ടാ മതിയോ? മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ലേ? നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ലേ സുധീഷ് വന്നത്? അതല്ലാതെ മറ്റെന്ത് തെറ്റാ സുധീഷ് ചെയ്തത്? നിന്റെ വീട്ടിലുള്ളവരെല്ലാവരും സുധീഷിനെ പിടിച്ചു വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഹസ്ബൻഡ് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കായി പോകണോ? ഇത് കേട്ട് സുധീഷ് വിശ്വസിക്കാനാകാതെ കണ്ണു നിറഞ്ഞ നിധിയെ നോക്കുമ്പോൾ നിധി ശ്വേതയോട് ചോദിക്കുന്നു, നീ ചെയ്ത തെറ്റിന് എന്റെ ഹസ്ബൻഡ് എന്തിനാ ജയിലിൽ പോകുന്നേ? ഇത് തെറ്റാണെന്ന് നിനക്ക് തോന്നിയില്ലേ? എന്തിനാ നീ ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നത്? ഇക്കാര്യം നിന്റെ വീട്ടുകാരറിഞ്ഞാൽ നിന്നെ അവർ വഴക്ക് പറയുക തന്നെ ചെയ്യും. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നീയും പ്രതീക്ഷിച്ചല്ലേ? ഇപ്പൊ ആളെ മാറ്റി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. സുധീഷ് അല്ലാന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ? നീ പ്രണയിച്ചത് മറ്റൊരു പയ്യനെയല്ലേ? നീ സത്യം പറഞ്ഞാൽ സുധീഷിന്റെ ജീവിതം രക്ഷപ്പെടില്ലേ? പിന്നെ നിനക്ക് നിന്റെ ജീവിതവും നോക്കാം. നിന്നെ പ്രണയിച്ചിട്ട് നിന്നെ വിട്ടിട്ട് ഓടിപ്പോയ ഒരു ധൈര്യശാലി ഉണ്ടല്ലോ, അവനോട് ചെന്ന് എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്ക്. നീയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ നിനക്ക് വേണ്ടി എന്ത് തല്ലുകൊണ്ടു? അത് കണ്ട് മിണ്ടാ നിൽക്കാൻ എങ്ങനെ തോന്നുന്നു നിനക്ക്? ഇത് കേട്ട് ശ്വേതയുടെ അമ്മ പറയണ, ദേ നോക്ക്, നീ സംസാരിച്ച് എങ്ങോട്ടായി പോകുന്നേ? ഞങ്ങളുടെ കുട്ടിയെ വിരട്ടുകയാണോ നീ? അപ്പൊ നിധി പറയണ, അമ്മേ, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ മകള് പ്രണയിച്ചത് മറ്റൊരാളെയാ. സുധീഷ് ഈ കുട്ടിയുമായി ഒരു ബന്ധവും ഇല്ല. ഇത് കേട്ട് ശ്വേതയെ തല്ലി അമ്മ ചോദിക്കുന്നു, ഈ കുട്ടി പറഞ്ഞത് സത്യമാണോടി? പറയടി. ശ്വേത ഒന്നും മിണ്ടാതെ പൊട്ടിക്കരയുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ദേ നോക്ക്, നീ ഇപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ പ്രണയിച്ച പയ്യൻ ആരാണെന്ന് കണ്ടുപിടിച്ച് ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ? ഇത് കേട്ട് SP ചോദിക്കുന്നു, ദേ നോക്ക്, നീ എന്തിനാ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയെ വിരട്ടുന്നത്? നീയും നിന്റെ ഭർത്താവും കൂടി പ്ലാൻ ചെയ്താണോ ഇതൊക്കെ ചെയ്തേ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സാർ എന്തായി പറയുന്നേ? എന്റെ ഭർത്താവിനെ മറ്റൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. ഞങ്ങളെ കണ്ടിട്ട് സാറിന് അങ്ങനെയാണോ തോന്നിയത്? അപ്പൊ സുഭാഷ് പറയുന്നു, മോളെ നിധി, ഞാൻ സംസാരിക്കാം. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ, സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഈ പെൺകുട്ടിയും ഇവള് പ്രണയിക്കുന്ന പയ്യനും അവന്റെ ഫ്രണ്ട്സും എല്ലാം സുധീഷിന്റെ വണ്ടിയിൽ കയറിയതാ.
ഇവരുടെ ഫ്രണ്ട്സ് ഈ പെൺകുട്ടിയുടെയും ഇവള് പ്രണയിക്കുന്ന പയ്യന്റെയും കല്യാണം നടത്താൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സുധീഷ് കാർ ഓടിച്ചു. അത്രേ നടന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ട്രാവൽസിന്റെ ഓണറെ വിളിക്കാം. അങ്ങനെ നിധി തോമസ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത തോമസ് ഏട്ടനോട് നിധി പറയുന്നു, തോമസ് ഏട്ടാ, ഞാൻ സുധീഷിന്റെ ഭാര്യ നിധിയാണ് സംസാരിക്കുന്നത്. പറ മോളേന്ന് തോമസ് ഏട്ടൻ പറയുമ്പോൾ നിധി ചോദിക്കാണ്, രാവിലെ ഒരു ഓട്ടോ ഇല്ലായിരുന്നോ സുധീഷിന്? അതാരായിരുന്നു? അപ്പൊ തോമസ് ഏട്ടൻ പറയുന്നു, ഒരു മിനിറ്റ് മോളെ, ഞാൻ നോക്കിയിട്ട് പറയാം. തുടർന്ന് തോമസ് ഏട്ടൻ പറയുന്നു, മോളെ, അതൊരു കോളേജിൽ പഠിക്കുന്ന പയ്യനായിരുന്നു, പേര് രമേശ്. നിധി ചോദിക്കുന്നു, എവിടെ പോകണമെന്നാ അവര് പറഞ്ഞേ? അപ്പൊ തോമസ് ഏട്ടൻ പറയണ, അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകണമെന്നാ പറഞ്ഞത്. എന്താ മോളെ, എന്താ സംഭവിച്ചേ? അപ്പൊ നിധി പറയണ, അത് ഞാൻ പറയാം തോമസ് ഏട്ടാ, താങ്ക് യു, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് നിധി കോള് കട്ട് ചെയ്യുകയാണ്. കേട്ടില്ലേ സാർ, സുധീഷിന് ഇതുമായി ഒരു ബന്ധമില്ല. സുധീഷ് ഇവരെ പിക്കപ്പ് ചെയ്തു പോയി. സാറ് തെറ്റിദ്ധരിച്ച ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ദേ നോക്കൂട്ടി, നീ ഇപ്പം സത്യം പറയുന്നോ ഇല്ലയോ? ശ്വേത കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ ദേഷ്യത്തോടു കൂടി ശ്വേതയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. അപ്പൊ ശ്വേത പറയുന്നു, അമ്മ ഇയാളല്ല. ഇത് കേട്ട് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. എല്ലാവരും ഞെട്ടി ശ്വേതയെ നോക്കുന്നു. ശ്വേത പറയുന്നു, ഞാൻ പ്രണയിച്ച പയ്യൻ ഇയാളല്ല ചെറിയച്ച. നീ എന്താടി ഈ പറയുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ശ്വേത പറയണ, അതെ അമ്മ, ഇവര് പറഞ്ഞതെല്ലാം സത്യമാ. ഇയാള് കാർ ഓടിക്കാൻ വന്ന ഡ്രൈവർ മാത്രമാ. നിധി ചോദിക്കുന്നു, കേട്ടില്ലേ സാർ, ഇതാണ് സത്യം. എന്താ നടന്നതെന്ന് കൂടുതൽ അന്വേഷിക്കാതെ പാവം സുധീഷിനെ തള്ളിയില്ലേ നിങ്ങള്? SP ചോദിക്കുന്നു, ഇതൊക്കെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? നിധി ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടി തന്നെയാണ് സത്യം പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ് വേണ്ടത്? സുധീഷ് എവിടെ പോയാലും ഫോട്ടോ എടുക്കുമല്ലോ. ക്ഷേത്രത്തിൽ വെച്ച് ഫോട്ടോ വല്ലതും എടുത്തായിരുന്നു? പെട്ടെന്ന് സുധീഷ് ഓർക്കുകയാണ്, പൂമാലയിട്ട് നിൽക്കുന്ന രമേശിന്റെയും ശ്വേതയുടെയും ഫോട്ടോ എടുത്തതും ഫ്രണ്ട്സിന്റെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തതുമല്ല. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി, ഞാൻ എടുത്തില്ല. ആ കുട്ടി ഫോൺ എന്റെ തന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ആ കുട്ടിയുടെ ഫോണിലുണ്ട് ഫോട്ടോ. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, എവിടെയടി നിന്റെ ഫോണ്? കാണിക്കിങ്ങോട്ട്, എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് ശ്വേതയെ തല്ലുകയാണ് അമ്മ. ശ്വേത കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഫോൺ എടുത്ത് അവിടേക്ക് വരുന്നു. ഫോൺ വാങ്ങിച്ചു നോക്കി ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അമ്മ. ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അത് വാങ്ങി നോക്കുകയാണ്. SP പറയുന്നു, ചേട്ടാ ഒന്ന് കാണിച്ചേ. രമേശിന്റെയും ശ്വേതയുടെയും മാല ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ശ്വേതയുടെ അമ്മ ചോദിക്കുന്നു, ആരടി അവൻ? കരഞ്ഞോണ്ട് ശ്വേത പറയണ, അവന്റെ പേര് രമേശ് എന്നാണമ്മേ. എന്റെ കോളേജിലെ സീനിയറാ. ഞങ്ങൾ തമ്മിലായിരുന്നു പ്രണയം. ഇത് കേട്ട് നിധി പറയണ, ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ. ഇതാ സാർ, ഞാൻ തുടക്കം മുതലേ പറയുന്നത്. സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പ്ലീസ് സാർ, സുധീഷിനെ വെറുതെ വിടണം. SP പറയുന്നു, സോറി സുധീഷ്, അറിയാതെ സംഭവിച്ചതാ. നിധി സോറി. വിഷമത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയണ, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു സാർ, പാവ സുധീഷ്. കരഞ്ഞോണ്ട് ശ്വേത പറയുന്നു, സോറി ചേട്ടാ. അപ്പൊ സുധീഷ് പറയണ, ഇപ്പൊ പറ ചേട്ടാന്ന്. ഇവിടെ വന്നപ്പോ തൊട്ട് ഞാൻ കരഞ്ഞു പറയുന്നതല്ലേ, അപ്പൊ സത്യം പറഞ്ഞുകൂടായിരുന്നോ? ഇത് കേട്ട് SP പറയുന്നു, ശരി നിങ്ങൾ പോയിക്കോ. ഇത് കേട്ട് സുധീഷ് പറയണ, സത്യം അറിയാതെ സാർ എന്നെ തല്ലി ചതയ്ക്കുകയല്ലായിരുന്നോ? ഇത് കേട്ട് SP പറയുന്നു, തെറ്റായിപ്പോയി, ഞാൻ സോറി പറഞ്ഞില്ലേ. നിന്റെ ഹിസ്റ്ററി മാത്രം നല്ലതൊന്നും അല്ലല്ലോ. ശരി അത് വിട്. ഇക്കാര്യത്തില് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന് മനസ്സിലായി, അത് തെളിയുകയും ചെയ്തു. നിങ്ങൾ പോയിക്കോ. കുട്ടി, നിന്റെ ഭർത്താവിനെയും കൂട്ടി നിനക്ക് പോകാം. കൈകൂപ്പി സുഭാഷ് പറയുന്നു, താങ്ക് യു സർ. സുധീഷ് വാ. അങ്ങനെ സുഭാഷ് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റി സുധീഷ് പറയുന്നു, ഒന്ന് പോ സുഭാഷ് ഏട്ടാ വാ എന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെയും നിധിയെയും ഹരീഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. ശ്വേതയുടെ കരണം പുകച്ചടിച്ച് അമ്മ ചോദിക്കുന്നു, എന്താടി നീ ഇങ്ങനെയായി പോയത്? തുടർന്ന് ടെൻഷനോടുകൂടി ആലോചിച്ച നികേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഭാസ്കരൻ നികേഷിനെ ശ്രദ്ധിക്കുകയും കാര്യം അന്വേഷിക്കുകയുമാണ്. എടാ എന്താടാ, നിനക്ക് എന്താ സംഭവിച്ചെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കാണ്, ഇന്ന് ഈ വീട്ടിൽ എന്താ സംഭവിച്ചെന്നറിഞ്ഞോ? സുധീഷ് ഏട്ടൻ പുതിയ പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, അത് പുതിയ കാര്യമല്ലല്ലോ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ നികേഷ് പറയണ, ഏതോ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ ശ്രമിച്ചു, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനെ കുറിച്ച് സംസാരിക്കാനായി എല്ലാവരും പോയത്. ഞെട്ടി ഭാസ്കരൻ ചോദിക്കുന്നു, എന്ത്, ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ ശ്രമിച്ചെന്നോ? അപ്പൊ നികേഷ് പറയണ, അതൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ സുധീഷ് ഏട്ടൻ ആ പെണ്ണിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി പ്രശ്നത്തിൽ പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പോലും അറിയില്ല. ആ പെണ്ണ് വലിയ വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുന്നു. സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും മേട്ടത്തെയെല്ലാം അങ്ങോട്ട് പോയിരിക്കുക. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ നിന്റെ സുധീഷ് ഏട്ടൻ വെറുതെ ഇരിക്കില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം പുതിയതായി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുവോ? എനിക്ക് പേടിയാകുന്നെന്ന് നികേഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണ, പേടിക്ക്, ഇവിടെ ഇരുന്ന് അത് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കൊലപ്പുള്ളിയാണ്, ജയിലിൽ പോയവനാണ്, അങ്ങനെ 1008 കുറവുകൾ പറയല്ലോ. പക്ഷെ നിങ്ങളെക്കാട്ടിലും ബെറ്ററാണ് ഞാൻ. ഇത് കേട്ട് നികേഷ് ചോദിക്കേണ്ട, സുധീഷ് ഏട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പിന്നെന്തിനാ സുധീഷ് ഏട്ടനെ കുറിച്ച് അനാവശ്യം പറയുന്നേ? ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, തെറ്റ് ചെയ്യാതെയാണോ ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്? അവൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി കാണും. നിധിയുടെയും സുധീഷിന്റെയും ഡിവോഴ്സ് നടക്കാൻ പോവുകയല്ലേ. ഇത് ശരിയാകില്ല എന്ന് തോന്നിയപ്പോൾ മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കാണും. ഫ്രോഡ്. അവരെങ്ങോട്ടാ പോയത്? അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളോട് ഞാൻ എല്ലാം പറയുന്നേ? അപ്പൊ ഭാസ്കരൻ പറയണ, എടാ പറഞ്ഞാലല്ലേ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റൂ. അപ്പൊ നികേഷ് പറയണ, ഒരുപാട് സഹായം ചെയ്യുന്ന ഒരാള്. ഇത് കേട്ട് ഭാസ്കരൻ പറയണ, എങ്കിൽ പിന്നെ സഹായം ചെയ്യുന്നവന്റെ അടുത്തേക്ക് പോ. ഇത് കേട്ട് നികേഷ് പറയുന്നു, അച്ഛൻ നല്ലതാണെങ്കിലല്ലേ മക്കളെയും നാട്ടുകാർ നല്ലതായിട്ട് കാണൂ. നിങ്ങൾ കാരണോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായത്.
പോയത്? ഭാസ്കരൻ ചോദിക്കുന്നു. ഇനി നിന്റെ ടെൻഷൻ എന്റെ മേൽ തീർക്കണ്ട, മര്യാദയ്ക്ക് നിന്റെ ജോലി പോയി ചെയ്യാൻ നോക്ക്. നികേഷ് ചോദിക്കുന്നു. നിങ്ങൾ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഇപ്പൊ ഞാൻ സുധീഷ് ഏട്ടന്റെ പ്രശ്നം പറഞ്ഞു. അപ്പോഴും നിങ്ങള് അയ്യോ എന്ത് സംഭവിച്ചു അങ്ങനെ സ്നേഹത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എല്ലാം കേട്ടിട്ട് അവൻ അങ്ങനെ ചെയ്തു കാണും, അവൻ ഫ്രോഡാണ്, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ്. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റിനേക്കാൾ വലുതൊന്നും സുധീഷ് ഏട്ടൻ ചെയ്തിട്ടുണ്ടാകില്ല. നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞാ എന്നെ പറഞ്ഞാ മതി, എങ്കിൽ നീ സ്വയം തല്ലിക്കുമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നികേഷ് പറയുകയാണ്, വെറുപ്പിക്കല്ലേ ഇങ്ങനെ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിനക്ക് നിന്റെ ചേട്ടനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്തണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ നടന്നു. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് ടെൻഷനോടുകൂടി ആലോചിച്ച് അകത്തിരിക്കുകയാണ് നികേഷ്. തുടർന്ന് രാത്രി സുധീഷിന്റെ കാറിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിധിയും സുഭാഷും ഹരീഷും. സുധീഷ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നിധിയും ഹരീഷും സുഭാഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് പറയുന്നു, എടാ സുധീഷ്, നടന്നു ഇനി അതിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണ്ട. അപ്പൊ ഹരീഷ് പറയണ, സുധീഷേട്ടന് മാത്രം എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നം വരുന്നതെന്ന് അറിയില്ല, ഞങ്ങൾക്കാർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലല്ലോ. സുധീഷേട്ടന് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തേടി തേടി വരുന്നത്. ഇതെല്ലാം കേട്ട് സുധീഷ് ഒന്നും മിണ്ടാതെ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന നിധി സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ്, നിങ്ങളുടെ ഓണർ ആര് കാറ് വേണമെന്ന് പറഞ്ഞാലും ശരിയെന്ന് പറഞ്ഞ ഓട്ടത്തിന് പറഞ്ഞു വിടുവോ? കസ്റ്റമർ ആരാ എന്താന്നൊന്നും അന്വേഷിക്കില്ലേ? ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാൻ വന്നവർക്കൊക്കെ കാറ് കൊടുത്തു വിട്ടിരിക്കുന്നു. ഇത് കാരണം നമുക്കല്ലേ വലിയ പ്രശ്നം. ഇന്നാ ഓണർ ഒന്നും വന്നില്ലല്ലോ, നിന്നെ അല്ലേ പിടിച്ചോണ്ട് പോയത്. ദേ നോക്ക്, ഇനി നിന്റെ ഓണർ പറഞ്ഞാലും നീ അന്വേഷിക്കണം ആരാ എന്താന്നൊക്കെ, എന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയാ മതി. ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയാ മതി, ഉടനെ അവനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞ് പെടാപ്പാട് പെടുത്തുകയാണല്ലോ, അല്ലടാ ഹരീഷ്. അപ്പൊ ഹരീഷ് പറയുന്നു, അതെ സുഭാഷേട്ടാ, ആ പെണ്ണ് വാ തുറന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ നടന്നെന്ന് അവള് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി സുധീഷ് വണ്ടി ഓടിക്കുമ്പോൾ സുഭാഷ് ചോദിക്കണേ, എടാ ഞങ്ങള് മാത്രമാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അപ്പൊ ഹരീഷ് പറയുന്നു, സുഭാഷേട്ടാ, സുധീഷേട്ടനെ വെറുതെ വിട്, അപ്സെറ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് സുധീഷ് ഓർക്കുകയാണ് കരഞ്ഞോണ്ട് സുഭാഷിനോട് പറഞ്ഞത്. സുഭാഷേട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ സുഭാഷ് ചോദിച്ചു, എടാ എന്താണ് ഇതെല്ലാം? ഇപ്പോഴല്ലേ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നത്, അതിനുള്ളിൽ ഇത്ര വലിയ പ്രശ്നത്തിൽ വന്ന് പെട്ടത് എങ്ങനെയാടാ? ഞാൻ തന്നെ അടിക്കാം. എടാ സുധീഷ്, നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് സുഭാഷ് സുധീഷിനെ തല്ലി. കണ്ണു നിറഞ്ഞ് സുധീഷ് പറഞ്ഞു, സുഭാഷേട്ടാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ ഹരീഷ്, നീയെങ്കിലും എന്നെ. അപ്പൊ ഹരീഷ് ചോദിച്ചു, വിവരമില്ലേ സുധീഷേട്ടന്? സുധീഷേട്ടന് കല്യാണം കഴിഞ്ഞതല്ലേ, എങ്ങനെ തോന്നി മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ? എടാ ഹരീഷ്, നീ എന്നെ അവിശ്വസിക്കുകയാണോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഹരീഷ് പറഞ്ഞു, സുധീഷേട്ടൻ മിണ്ടരുത്. തുടർന്ന് സുധീഷ് വളരെ ദേഷ്യത്തോടു കൂടി വണ്ടി ഓടിക്കുമ്പോൾ നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. ശേഷം അവർ കിളിക്കൂട്ടിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സുധീഷിനെ കണ്ട് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് ഭാസ്കരനും നികേഷും. സുധീഷേട്ടാന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ പ്രശ്നമൊന്നുമില്ലല്ലോ? സുധീഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എടാ സുധീഷ്, പ്രശ്നമൊന്നുമില്ലല്ലോ? നിന്നോടാ ചോദിച്ചത്. സുധീഷ് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് പോകുമ്പോൾ എല്ലാവരും പിന്നാലെ പോവുകയാണ്. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്